മതിയായ രേഖകളില്ലാതെ രാജ്യത്ത് പ്രവേശിച്ചവരെ നാടുകടത്തുന്നത് അടക്കമുള്ള കടുത്ത കുടിയേറ്റ വിരുദ്ധ നടപടികളിലേക്ക് കടക്കാനൊരുങ്ങി ഡൊണാൾഡ് ട്രംപ് 14.5 ലക്ഷം പേരെ നാടുകടത്താനുള്ള പട്ടികയാണ് US ഇമിഗ്രേഷൻ തയ്യാറാക്കിയിരിക്കുന്നത്. നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ ഉറ്റമിത്രമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഊറ്റം കൊള്ളുമ്പോഴാണ് 18,000-ഓളം ഇന്ത്യക്കാർ ആശങ്കപ്പെട്ട് അമേരിക്കയിൽ താമസിക്കുന്നത്. അധികാരമേറ്റാൽ അനധികൃത കുടിയേറ്റക്കാരായ 14,45,000 പേരെ രാജ്യത്തു നിന്നും പുറത്താക്കുമെന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം. ഇത് അക്ഷരാർത്ഥത്തിൽ പ്രതിസന്ധിയിൽ ആക്കിയിരിക്കുന്നത് ഇന്ത്യക്കാരെയാണ്. 18,000-ഓളം ഇന്ത്യക്കാരാണ് അമേരിക്കയിലെ വിവിധ സ്റ്റേറ്റുകളിലായി പുറത്താക്കൽ ഭീഷണി നേരിടുന്നത്. ഇതിൽ അധികവും മോദിയുടെ ഗുജറാത്തിൽ നിന്നുള്ളവരാണെന്നുള്ളതും പ്രസക്തമാണ്. നിയമാനുസൃതമല്ലാത്ത വഴികളിലൂടെ US-ലെത്തുന്ന രാജ്യക്കാരുടെ പട്ടികയിൽ 13-ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. അനധികൃത കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കാൻ ആവശ്യമെങ്കിൽ സൈനികരുടെ സേവനം ഉപയോഗിക്കുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ 1878-ലെ ദ പോസ് കൊമിറ്റാറ്റസ് ആക്ട് പ്രകാരം ആഭ്യന്തര ആവശ്യങ്ങൾക്ക് സൈന്യത്തെ ഉപയോഗിക്കുന്നത് നിരോധിച്ചിട്ടുണ്ട്. എന്നാൽ നിയമപ്രകാരമുള്ള ഏത് അളവ് വരെയും താൻ പോകുമെന്നും ട്രംപ് ആവർത്തിച്ച് പറയുന്നു. ഇന്ത്യക്കാരടക്കമുള്ള കുടിയേറ്റക്കാർ രാജ്യത്തിന് ഭീഷണിയാണെന്നാണ് ട്രംപിന്റെ തീവ്ര നിലപാട്. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.